നറൂട്ടോ എന്ന് പറയുന്ന ബ്രഹ്മാണ്ഡ സീരീസിൽ സ്നേഹം സത്യം പറഞ്ഞാൽ മൃദുവല്ല, അതൊരു ത്യാഗമാണ്. യുദ്ധത്തെ അതിജീവിക്കുന്ന വിശ്വസ്തതയാണ്. ഇതിനൊക്കെയുള്ള കാരണം നറൂട്ടോ വേൾഡിലെ ശക്തിമത്തായ ജുത്സുകളൊന്നുമല്ല, ഒരിക്കലും അമട്ടർഹാസവുമല്ല. വെറുക്കാൻ പഠിപ്പിച്ച ഒരു ലോകത്ത് സ്നേഹിക്കുവാനുള്ള ധൈര്യമായിരുന്നു അത്. അതെ, വെറുപ്പിൽ അധിഷ്ഠിതമായ ആ ഒരു ലോകത്ത് ചിലപ്പോഴെങ്കിലും പ്രണയങ്ങൾ ഉച്ചത്തിൽ ശബ്ദിച്ചിരുന്നു. ആ ഒരു പ്രണയങ്ങളുടെ അല്ലെങ്കിൽ ലവ് സ്റ്റോറിയുടെ ടോപ്പ് ടയർ കപ്പിൾ ലിസ്റ്റിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓൾ ലവ് സ്റ്റോറീസ് ഇൻ നറൂട്ടോ. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഓക്കെ ഫൈൻ, ലവ് സ്റ്റോറീസ് ഇൻ നറൂട്ടോ യൂണിവേഴ്സ്. ഇന്ന് നമ്മൾ ബെസ്റ്റ് കപ്പിൾസിനെ അല്ല തിരഞ്ഞെടുക്കുന്നത്. നറൂട്ടോ നമ്മൾ സീരീസ് കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടുവരുന്ന പ്രണയങ്ങൾ, അത് സത്യം പറഞ്ഞാൽ ബ്രേക്കപ്പ് ആകാം, അവർ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം. എന്നിരുന്നാലും കാണുന്ന പ്രേക്ഷകനെ ഇവർക്ക് തമ്മിലിടയിൽ പ്രണയമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആ ഒരു റൊമാൻസ് പ്രണയങ്ങളുടെ ടോപ്പ് ടയർ ലിസ്റ്റാണ് തയ്യാറാക്കുന്നത്. 10 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒബ്വിയസ്ലി ഞാനിതിനകത്ത് സാസ്കയുടെ ഗ്ലേസിംഗ് പിമ്പിളാരെ ഇട്ടിട്ടില്ല. അതായത് സാസ്കയ്ക്ക് എൻ്റർ സീരീസിൽ ഉടനീളം അതിനകത്ത് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ക്രഷ് മെറ്റീരിയലായിരുന്നു ഈ സാസ്കെ. അതായത് അതുകൊണ്ട് നമുക്കതൊരു ലവ് രീതിയിൽ എടുക്കുവാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓജി നറൂട്ടോ സീരീസിലെ ഈനോയും സാക്കുറയും കൂടെ സാസ്കയ്ക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട്. അറ്റ് ദ ടൈമിൽ സാസ്കെ ഒരു ക്രഷ് മെറ്റീരിയൽ ആയിരുന്നു. അല്ലാതെ ഈനോയ്ക്ക് ഭയങ്കര പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. സോ നമ്മളെ കണ്ട് ആ ഒരു സ്റ്റോറി ലൈൻ പോകുന്ന രീതിയിലുള്ള ലവ് സ്റ്റോറീസാണ് നോക്കുന്നത്. സോ ഞാനിതിനകത്ത് 10ാം സ്ഥാനം കൊടുക്കുന്നത് ഒബ്വിയസ്ലി സാസ്കയ്ക്ക് തന്നെയാണ്. സാസ്കയും സാക്കുറയും. ഇതിനൊരു റീസൺ ഉണ്ട്. കാരണം ചൈൽഡ്ഹുഡ് മുതൽ സാസ്കയോട് സാക്കുറയ്ക്ക് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ബട്ട് അറ്റ് ദി സെയിം ടൈം ആ ടൈമിൽ സാസ്കെ മോർ ലൈക്ക് ഒരു ഇമോഷണലി ക്ലോസ്ഡ് ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന റിവെഞ്ചിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ലവ് സ്റ്റോറിക്ക് നമുക്ക് കാണുമ്പോൾ അറിയാം സാക്കുറ എപ്പോഴാണെങ്കിലും സാസ്കയുടെ കൂടെ പോകും. ബട്ട് ആ ലവ് സ്റ്റോറിക്ക് ഒരു വൺ വേ കണക്ഷൻ പോലെയായിരുന്നു ഫുൾ ടൈം പൊയ്ക്കൊണ്ടേയിരുന്നത്. സാസ്കെ വില്ലേജ് അബാൻഡൻ ചെയ്തപ്പോഴും ഈവൻ സാക്കുറയെ കില്ല് ചെയ്യാൻ വരെ നോക്കിയപ്പോഴും ക്രിമിനൽ ആയപ്പോഴും എല്ലാം സാക്കുറ ആ ഒരു രീതിയിൽ നമ്മുടെ സാസ്കെനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അതും നമ്മുടെ സാക്കുറ ഇടയ്ക്ക് സാസ്കെനെ കൊല്ലാൻ പോകുന്നുണ്ട്. സോ പിള്ളേർ വന്നിട്ട് നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ലവ് സ്റ്റോറിയുടെ ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് സാസ്കെ ആൻഡ് സാക്കുറയുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറയാം. ഈവൻ ദോ നമുക്കറിയാലോ സാസ്കെ ആ വാർ കഴിഞ്ഞിട്ട് സാക്കുറയോട് പോയി അപ്പോളജൈസ് ചെയ്തിട്ട് ഫീലിങ്സ് അക്സെപ്റ്റ് ചെയ്തിട്ട് മാരേജ് ചെയ്യുകയായിരുന്നു. സോ ആസ് എ ലവ് സ്റ്റോറി ഇവരുടെ ലവ് സ്റ്റോറിയാണ് ഇതിന് മുകളിൽ നിൽക്കുന്നവരുടെ ലവ് സ്റ്റോറിയിൽ വെച്ച് ഏറ്റവും വേഴ്സ് ആയിട്ടുള്ളത്. സോ 10ാം സ്ഥാനം. ഇനി 9ാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് സായിക്കും ഈനോയ്ക്കുമാണ്. അതെ, നമ്മുടെ സാസ്കയ്ക്ക് പകരക്കാരനായി വന്ന സായും ഈനോയും യാമനാക്കയും. ചൈൽഡ്ഹുഡിലെ ഈനോയ്ക്ക് സാസ്കയോട് ക്രഷ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി സായിയുടെ കടന്നുവരവോട് കൂടി സായി സത്യം പറഞ്ഞാൽ ഓക്വേർഡായിട്ടാണ് നമ്മുടെ ഈനോനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആ ഒരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു ഈനോയും സായും തമ്മിൽ ഉണ്ടായിരുന്നത്. അത് പിന്നെ കാലാന്തരങ്ങളിൽ ഇമോഷൻസ് സായി പഠിച്ചു കഴിഞ്ഞ് ഈനോയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവർ കല്യാണം കഴിക്കുന്നത്. ഇവർ സത്യം പറഞ്ഞാൽ ആഴ്ചയുടെ പകുതിയാണെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഫാർ ബെറ്റർ ദാൻ സാസ്കെ ആൻഡ് സാക്കുറ എന്ന് പറയാം. ആ ഒരു രീതിയിലാണ് ഞാൻ 9ാം സ്ഥാനം സായിക്കും ഈനോയ്ക്കും കൊടുക്കുന്നത്. ഇമോഷണൽ ഗ്രോത്തിനെ ഇവർ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി 8ാം സ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ ജിറായ സെൻസയ്ക്കും സുനാഡയ്ക്കുമാണ്. ഇവരുടെ ഒരു ലവ് സ്റ്റോറി. ഇത് സത്യം പറഞ്ഞ ഒരു വൺ വേ ലവ് സ്റ്റോറി ആയിരുന്നു. യെസ്, ഡിസ്പൈറ്റ് നമ്മുടെ ജിറായ സെൻസയ്ക്ക് സുനാഡയെ കുഞ്ഞുനാൾ തൊട്ട് നല്ല ഇഷ്ടമായിരുന്നു. ഡെക്കേഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സോ സുനാഡ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാനുമായിട്ട് അത്യാവശ്യം കണക്റ്റഡ് ആയിരുന്നു. ബട്ട് എന്നിരുന്നാലും സുനാഡയെ ഒരു രീതിയിലും ഹേർട്ട് ചെയ്യാതെ എല്ലാ രീതിയിലും അവളിങ്ങനെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ചോക്കി എന്നുള്ള രീതിയിൽ കോമഡി ആയിട്ട് എടുത്തിട്ടും ഈവൻ സുനാഡയ്ക്ക് വേണ്ടി പലതവണ മിഷൻസിലൊക്കെ സേവ് ചെയ്തും ജിറായ അവളെ ലവ് ചെയ്തുകൊണ്ടേയിരുന്നു. സോ ഇവർ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ എത്രമാത്രം ഉണ്ടെന്ന് ജിറായയുടെ പെയിൻ ആർക്കിൽ ജിറായ ആ ഒരു അങ്ങോട്ട് പോകുന്നതിന് മുമ്പുള്ള ഒരു കോൺവെന്റ് ഇവർ ബെഞ്ചിലിരുന്ന് സംസാരിക്കുന്നത് ആ ടൈമിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നതാണ് മ്യൂച്വലായിട്ട് എന്തെങ്കിലും കൺസേൺ സുനാഡയ്ക്കും ജിറായയ്ക്കും തമ്മിൽ ഉണ്ടെന്ന്. ഐ മീൻ ജിറായനെ ആ ഒരു രീതിയിൽ ലവ് ചെയ്തില്ലെങ്കിൽ കൂടി സുനാഡയ്ക്ക് വലിയ കാര്യം തന്നെയായിരുന്നു. ഒരു അൺഫുൾഫിൽഡ് ലവ് ആയിട്ട് ജിറായ ആൻഡ് സുനാഡയെ നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. 7ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് നമ്മുടെ അസുമ സെൻസയ്ക്കും കുറനൈ
സെൻസിറ്റീവ് ആണ്. യെസ്, ഇതൊരു സബ്റ്റിൽ റിലേഷൻഷിപ്പ് ആയിരുന്നു. കാണുന്നവർക്ക് ഇവർ സെറ്റാന്നുള്ള അറിയാതാനും എന്നാൽ അവർക്ക് അതങ്ങനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാതാനും ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ഏർലി ഓൺ എന്ന് തന്നെ പറയാം. സോ അങ്ങനെ കൊറോണയെ പ്രഗ്നൻ്റ് ആവുന്നു. അസുമ അത് തുടർന്ന് ഹിഡാനുമായിട്ടുള്ള ഫൈറ്റിൽ മരിക്കുന്ന ടൈമിലെ ഇമോഷണൽ സെറ്റപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സ്നേഹിച്ചിരുന്നു, ലവ് ചെയ്തിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പിൽ എത്തിയതപ്പം ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. സോ ആസ് എ നറൂട്ടോ ഫാൻ കാണുന്നവർക്ക് ഒരു സബ്റ്റിൽ സീക്രട്ട് റിലേഷൻഷിപ്പ് കൊടുത്ത ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പ്രണയമായിരുന്നു അസുമയുടെയും അല്ലെങ്കിൽ കുറുനയുടെയും. ഇനി ആറാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് നമ്മുടെ യാഹിക്കോയ്ക്കും കൊനാനുമാണ്. യെസ്, ഓജി അക്കാട്സുക്കി ഫോം ചെയ്ത നമ്മുടെ സ്വന്തം യാഹിക്കോയും കൊനാനും. ഇതും ഒരു സബ്റ്റിലായിരുന്നു, ബട്ട് ഭയങ്കര സ്ട്രോങ്ലി ഇംപ്ലൈൻഡ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ബോണ്ടായിട്ട് നമുക്ക് നിസ്സംശയം കാണാം. യാഹിക്കോ 100% കൊനാനെ ലവ് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട് സീരീസിൽ. അതേപോലെ തന്നെ കൊനാൻ എല്ലാ രീതിയിലും യാഹിക്കോനെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതുതന്നെ അറിയാം, യാഹിക്കോയുടെ ആ ഒരു മരണം നമ്മുടെ കൊനാനെ ഡെവാസ്റ്റേറ്റ് ചെയ്തതിൻ്റെ അങ്ങേയറ്റമായിരുന്നു. മൂർധന്യ അവസ്ഥയെന്നൊക്കെ തന്നെ പറയാം. വേറെ ഒരാളെയും പിന്നെ കൊനാൻ അത് കഴിഞ്ഞ് ലവ് ചെയ്തിട്ടേ ഇല്ല. ഇതൊരു ട്രാജിക് ലവ് സ്റ്റോറി ആയിരുന്നു, അൺഫിനിഷ്ഡ് ലവ് സ്റ്റോറി ആയിരുന്നു, ബട്ട് പെർമനൻ്റ് ആയിട്ട് മൈൻഡിൽ കിടക്കുന്ന ഒരു ലവ് സ്റ്റോറിയാണ് ഈ പറയുന്ന യാഹിക്കോ ആൻഡ് കൊനാൻ. സോ അവർക്ക് ഞാൻ ഈ ഒരു സ്ഥാനം കൊടുക്കുകയാണ്, 6ാം സ്ഥാനം. 5ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഫാൻസിന് ഇഷ്ടപ്പെട്ട എൻ്റയർ സ്റ്റോറി ലൈൻ തന്നെ ക്രാഫ്റ്റ് ചെയ്യപ്പെട്ട ആ ഒരു റിലേഷനാണ് ഒബിറ്റോ ഉച്ചിഹ ആൻഡ് റിൻ നോറ. എൻ്റയർ നാറൂട്ടോയുടെ ഒരു കാതൽ ലവ് സ്റ്റോറി. യെസ്, ഞാനിതൊരു 5ാം സ്ഥാനം കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വൺ സൈഡഡ് ലവ് സ്റ്റോറി ആയിരുന്നു. ഒബിറ്റോ പ്രാണന് തുല്യമാണ് റിന്നിനെ സ്നേഹിച്ചത്, എന്നാൽ റിന്നെ സ്നേഹിച്ചത് കക്കാഷിനെ ആയിരുന്നു. എന്നിട്ടും ഒബിറ്റോ നല്ല രീതിയിൽ ഡീപ്ലി റിന്നിന് വേണ്ടി എല്ലാം ചെയ്യുന്നു. ഈവൻ നമുക്കറിയാലോ, റിന്നിനെ കടന്നു പോയപ്പോഴേക്ക് കക്കാഷി പറഞ്ഞ മിഷനാണ് വലുത്. അപ്പോഴാണ് ഒബിറ്റോ മാസ് അടിച്ച് പറയുന്നത് ഒരാൾ അവൻ്റെ കോംറേഡ്സിനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഹീ ഈസ് വേഴ്സ് ദാൻ സ്കം എന്ന്. സോ ഒബിറ്റോയുടെ ആ ഒരു സാധനം കക്കാഷിയുടെ മൈൻഡിൽ അന്ന് കയറിയതാണ്. സോ ആ ഒരു രീതിയിലുള്ള ഒബിറ്റോയുടെ ആ ഒരു ലവ് റിന്നിനോടുള്ളത് ഡീപ്ലി ഷോ ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുള്ളി വൺ സൈഡ് ലവ് എഴുതിയിരിക്കുന്ന ഒരു സ്റ്റോറി ലൈനാണ് ഈ പറയുന്ന ഒബിറ്റോ ആൻഡ് റിൻ. ആൻഡ് ഒബ്വിയസ്ലി നമുക്കറിയാം റിന്നിൻ്റെ ദേഹത്തെ ചെഞ്ചുറക്കി വരുന്നതും റിന്ന് സെൽഫായിട്ട് സാക്രിഫൈസ് ചെയ്യുന്നതും ഒബിറ്റോ വിറ്റ്നസ്സും ചെയ്തോടുകൂടിയാണ് നാറൂട്ടോ ഷിപ്പുഡൻ എന്ന് പറയുന്ന എൻ്റയർ കഥയുടെ അടിസ്ഥാനം തന്നെ. യെസ്, ആ ഒരു വില്ലൻ ആർക്കിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്നിരുന്നാലും ഞാനിതിന് 5ാം സ്ഥാനം കൊടുക്കുന്നു. കാരണം ഇതൊരു അൺഫിനിഷ്ഡ് ബട്ട് ഏറ്റവും രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വൺ സൈഡ് ലവ് സ്റ്റോറി ആയതുകൊണ്ട്. ഇനി മൂവിങ് ഓൺ ടു ദ ടോപ്പ് 4. 4ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ആരും തന്നെയല്ല, നമ്മുടെ സ്വന്തം ഷിക്കമാറു നാറ ആൻഡ് ടെമാരിയാണ്. കാരണം ഇവരുടെ റിലേഷൻഷിപ്പ് ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നു തന്നെ പറയാം. ആദ്യം കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും അടിവെച്ച് തുടങ്ങി, അത് കഴിഞ്ഞ് ഇവർ മിഷൻസൊക്കെ ഒരുമിച്ച് ചെയ്യുവാൻ തുടങ്ങി. ആ ഒരു രീതിയിൽ നമുക്കറിയാലോ, ഷിക്കമാരു ഒന്നാമത് നല്ലൊരു ടാക്റ്റിക്കലായിട്ടുള്ള ഒരാളാണ്. ടെമാരി വേറെ സാൻഡ് വില്ലേജിൽ നിന്ന് വന്ന ഒരാളാണ്. ജുനീൻ എക്സാമിൽ ആദ്യം അടിയായിരുന്നു. അത് കഴിഞ്ഞ് ടെമാരിക്കറിയാം ഷിക്കമാരു ഗാറേനെ ഓവർ പവർ ചെയ്യാൻ പറ്റില്ലെന്നോ എന്തോന്നൊക്കെ തന്നെ അറിയാലും, ബട്ട് സ്റ്റിൽ അവൻ്റെ ആ ഒരു ഐഡിയ, അവൻ്റെ ഒരു ധൈര്യം എല്ലാം ടെമാരിക്ക് ഭയങ്കര രീതിയിൽ അഡ്മിറേഷൻ തോന്നിക്കുന്നുണ്ട്. ടെമാരി റെസ്പെക്റ്റ് ചെയ്യുകയാണ് ഷിക്കമാറുവിൻ്റെ ഇൻ്റലിജൻസിനെ. ആൻഡ് ഷിക്കമാറു ആവട്ടെ ആ ഒരു ഫൈറ്റിൽ, എസ്പെഷ്യലി നമ്മുടെ ഷിക്കമാറു വേഴ്സസ് ടെമാരി ഫൈറ്റിൽ അവളുടെ സ്ട്രെങ്തിനെ അഡ്മയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണേലും സ്റ്റോറിയുടെയൊക്കെ മൂവ്മെൻറ്റ് കൊണ്ടും ആ ഒരു ബോണ്ട് അങ്ങ് ഡെവലപ്പ് ചെയ്യുകയാണ്. കാരണം പൊളിറ്റിക്കൽ അലയൻസ് വരുന്നുണ്ട്, നമ്മുടെ ലീഫ് വില്ലേജും സാൻഡ് വില്ലേജും തമ്മിൽ മ്യൂച്വൽ മിഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റെസ്പെക്റ്റിംഗ് കയറുന്നുണ്ട്. അങ്ങനെ ഇവർ കുറേ രീതിയിൽ നല്ലൊരു പെർഫെക്റ്റ് ഓൺ ഗോയിങ് ആയിട്ട് നമുക്ക് തന്നെ അറിയാവുന്ന, കാണുമ്പോൾ ഒരു സുഖം കിട്ടുന്ന ഒരു ടൈപ്പ് റിലേഷൻഷിപ്പായിരുന്നു ടെമാരിയുടെയും ഷിക്കമാറുവിൻ്റെയും. വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. സോ നമ്മൾ അതുകൊണ്ട് അതിനും 4ാം സ്ഥാനം കൊടുക്കുന്നു. ഇനി 3ാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് സാക്ഷാൽ നാറൂട്ടോ ഉസുമാക്കിക്കും ഹിനാട്ട ഹ്യോഗയ്ക്കുമാണ്. യെസ്, കാരണം നാറൂട്ടോയ്ക്ക് സാകുറാനെ ഇഷ്ടമായിരുന്നു ഒബ്വിയസ്ലി, ബട്ട് കുഞ്ഞുനാൾ തൊട്ടുള്ള ചൈൽഡ്ഹുഡ് ക്രഷ് ആയിരുന്ന ഹിനാട്ട നാറൂട്ടോയ്ക്ക് വേണ്ടി ആ പെയിൻ ആർക്കിലെ എൻറ്റയർ പെയിനിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആ ഒരൊറ്റ ഇത് മതി നമുക്ക് ഹിനാട്ടയ്ക്ക് നാറൂട്ടോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാൻ. ഈവൻ നാറൂട്ടോ പോലും അന്ന് റിയലൈസ് ചെയ്തുന്നത് ഒരു തരത്തിൽ ഏറ്റവും പിനാക്കൾ പോയിന്റ് അത് തന്നെയായിരിക്കും എന്ന് തന്നെ പറയാം.
ഹിനാട്ട നാറൂട്ടോ എങ്ങനെയായിരുന്നു, നാറൂട്ടോ ഇപ്പോൾ ടൈൽഡ് ഫോക്സ് ആവുന്നതിന് മുമ്പോ അല്ലെ നാറൂട്ടോയ്ക്ക് പവർ ഉണ്ടെന്ന് അറിയുന്നതിന് മുമ്പോ എല്ലാ രീതിയിലും നാറൂട്ടോനെ കുഞ്ഞുനാളെ തൊട്ട് ഹിനാട്ട ലവ് ചെയ്തിരുന്നു. കാരണം നാറൂട്ടോ എപ്പോഴും എല്ലാവരും കളിയാക്കപ്പെട്ട് ഐസൊലേറ്റ് ആക്കപ്പെട്ടിരിക്കുന്ന ഒരാളായിരുന്നു. ബട്ട് സ്റ്റിൽ നാറൂട്ടോനെ ചൂസ് ചെയ്ത് ആ ഒരു ലവ് പതിയെ ആൾക്കാരിലേക്ക് എത്തിക്കും. നമുക്കറിയാം അതൊരു ക്രഷ് ഉണ്ടായിരുന്നു. നാറൂട്ടോ അതൊന്നും കാര്യമാക്കി എടുക്കുകയില്ല. ബട്ട് നാറൂട്ടോ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ടല്ലോ, എസ്പെഷ്യലി പറയുകയാണ് പെയിനാർക്ക്, ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോണ്ടായിരുന്നു നമ്മുടെ നാറൂട്ടോയും ഹിനാട്ടയുടെയും. അത് കഴിഞ്ഞുള്ള പൂർണ്ണമായിട്ടുള്ള ആർക്കുകളിലെല്ലാം നമുക്ക് കാണാം എപ്പോഴും ഭയങ്കര കൺസേൺ ആണ് നാറൂട്ടോ ഹിനാട്ടയെ പറ്റി. സോ വൺ ഓഫ് ദി ബെസ്റ്റ്. ഇനി രണ്ടാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് നാറൂട്ടോ യൂണിവേഴ്സിലെ എല്ലാ ക്രഷേഴ്സിനും വേണ്ടിയാണ്. കാരണം നമുക്കൊരിക്കലും ഒരു പ്രണയം, ഓഫ് കോഴ്സ് ക്രഷ് വരുന്ന ഒരു പ്രണയമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെന്ന്, ബട്ട് കുറേ ക്രഷ് ചെയ്യുന്നവരും വൺ സൈഡ് ലൈവ് ചെയ്തവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സാസ്കേനെ ഓറോച്ചിമാറുവിൻ്റെ ടീമിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ടീം ഹെബിയിലുണ്ടായിരുന്ന ഒരാൾ ലവ് ചെയ്തിരുന്നു. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനത്തെ കുറേ അൺസ്പോക്കൺ ആയിട്ടുള്ള കാണുന്നവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എൻറ്റയർലി ഡീപ്ലി ലവ് ചെയ്തിട്ട് ബിട്രൈ ചെയ്യുന്ന കുറേ കഥകളും സിറ്റുവേഷൻസും ഒക്കെ നാറൂട്ടോയിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രാധാന്യം ഇല്ലെങ്കിൽ നമുക്കറിയാം അയ്യോ അത് ചെയ്യണ്ടായിരുന്നു, അതിന് വലിയ കാര്യമായിരുന്നു എന്നുള്ളൊരു തോന്നും. സോ അങ്ങനത്തെ ഉള്ളവർക്ക് മൊത്തത്തിൽ വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ രണ്ടാം സ്ഥാനം. വൺ സൈഡ് ലവേഴ്സിന് വേണ്ടിയും ക്രഷ് അടിച്ചിട്ട് പറയാൻ പറ്റാതെ അല്ലെങ്കിൽ അവർ നന്നായിട്ട് ജീവിച്ചോട്ടെ എന്നോർത്ത് പറയാൻ പറ്റാതെ അങ്ങനത്തെയുള്ള എല്ലാ രീതിയിലുള്ള ലവേഴ്സിനും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചോജി അവരുടെ ആ ഒരു ലവ് സ്റ്റോറി, അല്ലെങ്കിൽ നമ്മുടെ സറുട്ടോബി ഹിറൂസൻ്റെ വൈഫും തമ്മിലുള്ള ലൈഫ് സ്റ്റോറി, അതൊരു കപ്പിൾ ലവ് സ്റ്റോറിയാണ്. അത് വേറെ രീതിയിൽ പറയാൻ പറ്റും. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ എല്ലാവരും ഉണ്ട്, പറയാത്തതും ക്രഷേഴ്സും വൺ സൈഡ് ലവേഴ്സും ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു നമ്മുടെ രണ്ടാം സ്ഥാനം. ഇനി ഒന്നാം സ്ഥാനം, നൺ അതർ ദാൻ മിനാട്ടോ നാമിക്കാസെ ആൻഡ് കുഷീന. എനിക്ക് തോന്നുന്നത് എൻ്റെ നാറൂട്ടോ സീരീസിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ ഐ ലവ് യു ടു എന്ന് പറയാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് ഈ പറയുന്ന മിനാട്ടോയ്ക്കും നമ്മുടെ കുഷീനോയ്ക്കും മാത്രമായിരുന്നു എന്ന് തന്നെ പറയാം. ഇവരുടെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റോറിയും അവരുടെ ആർക്കും ഫാർ ബ്യൂട്ടിഫുൾ ആണ്. എങ്ങനെയാണ് മിനാട്ടോ കുഷീനെ സപ്പോർട്ട് ചെയ്യുന്നത്, കുഷീന എങ്ങനെയാണ് മിനാട്ടോനെ സപ്പോർട്ട് ചെയ്യുന്നത്, മ്യൂച്വൽ റെസ്പെക്റ്റ് എങ്ങനെയാണ്. നമുക്കറിയാമല്ലോ കുഷീനെ ബുള്ളി ചെയ്യുന്നുണ്ടായിരുന്ന റെഡ് ഹെയറിൻ്റെ പേരിൽ, മിനാട്ടോ ആണെങ്കിൽ അവളുടെ സ്ട്രെങ്തിൽ അഡ്മയർ ആകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ തട്ടിക്കൊണ്ടുപോയപ്പോൾ മിനാട്ടോ ട്രാക്ക് ചെയ്ത് എങ്ങനെ മോട്ടിവേറ്റ് സേവ് ചെയ്തു. അപ്പോൾ തന്നെ അവൾ ലവിലാകപ്പെട്ടു. മിനാട്ടോയ്ക്കാണെങ്കിൽ അവളില്ലാതെ പറ്റത്തില്ല. ആ ഒരു രീതിയിലുള്ള ഒരു ബെസ്റ്റ് ലവ് സ്റ്റോറി ആയിരുന്നു. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോറി വൈസിൽ സക്സസ്ഫുള്ളായ എല്ലാ രീതിയിലും കൊണ്ടും ബ്യൂട്ടിഫുൾ ആയ ഒരു ലവ് സ്റ്റോറി. എൻഡിങ് വരെ ഏറ്റവും അടിപൊളിയായിട്ട് ഒരുമിച്ച് മരിക്കുന്നു. ആ ഒരു ജുത്സു യൂസ് ചെയ്യുമ്പോൾ അവളും വൺ ഓഫ് ദി ബെസ്റ്റ്, ഒന്നും പറയാനില്ല എൻ്റെ മോനെ, വിഷയമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ആയിരുന്നു മിനാട്ടോ നാമിക്കാസെ ആൻഡ് കുഷീന ഒസുമാക്കി. വൺ ഓഫ് ദി ബെസ്റ്റ് ലവ് സ്റ്റോറീസ് ഇൻ എൻറ്റയർ അനിമെ വേൾഡ്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ അതിൽ ഞാൻ എടുത്ത് പറയാതിരുന്ന ഒരു കാര്യം, മാരേജ് സാക്രിഫൈസ് തന്നെയാണ്. സാക്രിഫൈസ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആ ഒരു അഡ്രാനൽ റേസിൽ ഇങ്ങനെ പറയുന്നില്ല, കാണുന്നവർക്കറിയാം അത് കണ്ടുവരുമ്പം എന്തൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു സാക്രിഫൈസിന് വേണ്ടി. സോ ഒരു മ്യൂച്വൽ റെസ്പെക്ട് പ്ലസ് സാക്രിഫൈസ് ഡിവോഷൻ ആയിരുന്നു നമ്മുടെ മിനാട്ടോയും കുഷീനയും. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ നാറൂട്ടോ വേൾഡ് കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റോറി ലൈൻസ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് ഡൗൺ ബിലോ. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ കറക്റ്റ് ആണെങ്കിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇതിൽ ഏറ്റവും നല്ല ലവ് സ്റ്റോറി ആരായിരുന്നു? ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഒരു വൺ സൈഡഡ് അല്ല, ബോത്ത് സൈഡ്സുമായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നവർ ലീസ്റ്റ് നിങ്ങളുടെ രീതിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് നമ്മളൊരു ഷോർട്സ് ഉണ്ടാക്കുന്നതായിരിക്കും. സോ അതുവരെ ടാറ്റാ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ. അതായത് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റാ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. Too long ago